സുപ്രീം കോടതി പൊളിച്ചടുക്കിയിരിക്കുകയാണെന്ന് ഞാൻ പറയും. അത്രയും നല്ലൊരു വിധിയാണ് വന്നേക്കുന്നത്. ഈ കാലഘട്ടത്തിൽ ഏറ്റവും ആവശ്യമായ ഒരു വിധി. അതായത് ജസ്റ്റിസുമാരായ VP നവരത്ന, ഉജ്വൽ ദയാൽ രണ്ടുപേരും കൂടി ചേർന്നാണ് ഈ വിധി പറഞ്ഞിരിക്കുന്നത്. ഒരു അഭിഭാഷക നൽകിയ പരാതി അല്ലെങ്കിൽ ആ ഒരു കേസുമായി ബന്ധപ്പെട്ട് പോലീസ് ഇട്ട FIR റദ്ദാക്കിക്കൊണ്ടാണ് കോടതിയുടെ നിർണായക വിധി. അതായത് ഈ അഭിഭാഷക വിവാഹിതനായ ഒരു അഭിഭാഷകനുമായി പ്രണയത്തിലായി, എന്നിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടത് ഇയാൾ തന്നെ വിവാഹം കഴിക്കാം എന്ന് പറഞ്ഞിട്ടാണ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടത് എന്നാണ് ഈ സ്ത്രീ അതിനുശേഷം ലൈംഗിക ബന്ധത്തിന് ശേഷം ഇയാൾ വാക്ക് മാറ്റി ഇയാൾ തന്നെ വിവാഹം കഴിച്ചില്ല എന്നാണ് പറയുന്നത്. 1955 ഹിന്ദു നിയമ ആക്ട് പ്രകാരം അതിലെ 5-ാം വകുപ്പിലെ 1-ാം ഉപവകുപ്പിൽ പറയുന്നത് ഒരു സ്ത്രീ വിവാഹിതയാണെങ്കിൽ നിയമപരമായി ആ ബന്ധം വേർപെടുത്തിയതിനു ശേഷം മാത്രമേ മറ്റൊരു വിവാഹം കഴിക്കാൻ പാടുള്ളൂ. അങ്ങനെ ഉള്ളപ്പോൾ ഒരു സ്ത്രീയെ വിവാഹം കഴിച്ച ഒരു സ്ത്രീയെ, ആ വിവാഹബന്ധം നിലനിൽക്കുന്ന ഒരു സ്ത്രീയെ എങ്ങനെയാണ് പിന്നെയും വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കാൻ കഴിയുന്നത് എന്നുള്ളൊരു ചോദ്യം. എന്തായാലും സുപ്രീം കോടതിയുടെ ഈ വിധി ഇപ്പോ ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്നത് കേരളത്തിലെ ഒരേ ഒരാൾക്കാണ്. ആ ആളിന്റെ പേരാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അങ്ങനെ വിശ്വസിക്കുന്നുണ്ട്? തീർച്ചയായിട്ടും. സുപ്രീം കോടതിയിൽ അങ്ങനെ ഒരു വിധി വന്നതിന്റെ സാഹചര്യം മനസ്സിലാക്കണം. ഒരു യുവതിയോടൊരു അഭിഭാഷകൻ ഞാൻ അവിവാഹിതനാണെന്ന് പറയുന്നു. കേൾക്കൂ, ഒരു അഭിഭാഷകൻ പറയും ഞാൻ അവിവാഹിതനാണ്, ഞാൻ നിന്നെ വിവാഹം കഴിച്ചോളാം എന്ന് പറയുന്നു. അല്ലെങ്കിൽ മറ്റൊരു സ്റ്റേജ്, ഞാൻ വിവാഹം കഴിച്ച് വിവാഹ മോചിതനാണ്, നിന്നെ വിവാഹം കഴിച്ചോളാം എന്ന് പറയുന്നു. രണ്ടും സാധ്യതയല്ലേ? അപ്പോൾ ആ പെൺകുട്ടി അത് വിശ്വസിക്കുന്നു, അവർ തമ്മിൽ ഒരു വിവാഹേതര ബന്ധത്തിലേക്ക് പോകുന്നു. ശരി. അതിനുശേഷം പെൺകുട്ടി പറയുന്നു ഇയാൾ എന്നെ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞു പീഡിപ്പിച്ചു എന്ന് പറഞ്ഞു. ഇതാണല്ലോ ഇപ്പോഴത്തെ നമ്മുടെ പ്ലോട്ട്. ആക്ച്വലി ഇത്തരമൊരു കാര്യം തന്നെ നമ്മുടെ കോടതികൾ എത്രയോ നാളുകളായിട്ട് വളരെ വൈകല്യപൂർണമായ മനസ്സോടു കൂടിയാണ് ചെയ്യുന്നത്. സ്ത്രീക്കും പുരുഷനും തുല്യതയുള്ള ഒരു ഭരണഘടന എഴുതി വെച്ചിട്ട് സ്ത്രീക്ക് പ്രത്യേക അവകാശം, ഇതേ ആരോപണം പുരുഷൻ ഒരു സ്ത്രീക്കെതിരെ ഉന്നയിച്ചാൽ കോടതിയുടെ നിലപാട് എന്തായിരിക്കും? കോടതിയുടെ നിലപാട് വിവേചനപരമായിരിക്കും. പുരുഷന് അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കാനുള്ള സാധ്യത പോലും ഇല്ലാത്ത രീതിയിലാണ് നിയമം നിൽക്കുന്നത്. പീഡനം അല്ലെങ്കിൽ വിശ്വാസവഞ്ചന എന്നൊക്കെ പറഞ്ഞത് ഏത് പുരുഷൻ ചെയ്താലും സ്ത്രീ ചെയ്താലും അതിന് ജെൻഡർ നോക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ നമ്മളിവിടെ നിയമം കൊണ്ട് സ്ത്രീയെ ഒരുപാട് സംരക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം സന്ദീപ് എന്ന് പറഞ്ഞ ഒരാൾ ആത്മഹത്യ ചെയ്ത കാര്യം നമുക്കറിയാമല്ലോ, ഒരു റീൽ എടുത്തതിന്റെ പേരിൽ, ദീപക് എന്ന് പറഞ്ഞത്. അപ്പൊ ഇത് സ്ത്രീകൾ അവസാനിപ്പിക്കണം. ഈ ഒരു ക്രൂരത പുരുഷന്മാരുള്ള, സ്ത്രീയും പുരുഷനും ഈ സമൂഹത്തിലെ രണ്ട് യാഥാർത്ഥ്യങ്ങളാണ്. ഒരു പുരുഷനും ഒരു സ്ത്രീയോട് താല്പര്യമോ ഇഷ്ടമോ തോന്നുന്ന പോലെ തന്നെ സ്ത്രീകൾക്ക് തിരിച്ചും തോന്നുന്നുണ്ട്. എന്നാൽ നമ്മുടെ നാട്ടിലെ ഒരു രീതിയാണ്, ഒരു സ്ത്രീയോട് ഒരു പുരുഷൻ താല്പര്യജനകമായി സംസാരിച്ചാൽ അവനെതിരെ ലൈംഗിക ചുവയോട് കൂടി സംസാരിച്ചു, അല്ലെങ്കിൽ ദുരുദ്ദേശപരമായി സംസാരിച്ചു, സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന് പറഞ്ഞൊരു കേസുണ്ട്. ഈ ഒരു വകുപ്പ് പുരുഷനെ സംബന്ധിച്ചില്ല. പുരുഷത്വത്തെ അപമാനിച്ചു അങ്ങനെയില്ല. ലൈംഗിക ചുവയോടെ സംസാരിച്ചു എന്നുള്ള ലൈംഗിക വൈകൃതം എന്ന് പറഞ്ഞാൽ കേസില്ല. പുരുഷൻ കോഴി എന്ന് പറഞ്ഞാൽ ആ പറഞ്ഞ സ്ത്രീക്കെതിരെ കേസില്ല. പുരുഷൻ മാനിപ്പുലേറ്റ് ചെയ്ത് സ്ത്രീകളെ കിടപ്പറയിലേക്ക് വിളിക്കുന്നു എന്നൊരു സ്ത്രീ പരസ്യമായി വന്നിരുന്ന് പറഞ്ഞാൽ ആ സ്ത്രീക്കെതിരെ കേസില്ല. നേരെ മറിച്ച് ഇതൊരു പുരുഷൻ കുറെ മാധ്യമങ്ങളെ വിളിച്ചിരുത്തിയിട്ട് ആ സ്ത്രീ കോഴിയാണ്, ആ സ്ത്രീ ലൈംഗിക വൈകൃതമുള്ള ആളാണ്, ആ സ്ത്രീ പുരുഷന്മാരെ മാനിപ്പുലേറ്റ് ചെയ്ത് കിടപ്പറയിലേക്ക് കൊണ്ടുവരുന്ന ഒരാളാണെന്ന് പറഞ്ഞാൽ ആ പുരുഷൻ വാർത്താ സമ്മേളനം നടത്തി ആ ക്യാമറകൾ ഓഫ് ആകും മുമ്പേ അയാളെ പോലീസ് വെക്കും. ഇല്ലേ? എന്ത് നിയമമായത്? തീർച്ചയായിട്ടും ആ നിയമത്തിൽ ചെറിയൊരു ഇളവ്, ഇനിയും മാറ്റാനായിട്ട് ധാരാളം കാര്യങ്ങളുണ്ട്. വളരെ ചെറിയൊരു ഇളവ്. നമ്മൾ മനസ്സിലാക്കാതെ പോയൊരു മറ്റൊരു കാര്യമുണ്ട്. ഒരു പുരുഷനെ കുറിച്ച് ഇത്തരത്തിലുള്ള ഒരു ആരോപണമായി സ്ത്രീ രംഗത്തേക്ക് വരുമ്പോൾ ഇത്ര നാളും ഈ സ്ത്രീയും പുരുഷനും തമ്മിൽ നല്ല നിമിഷങ്ങൾ പങ്കുവെച്ച് അവർ തമ്മിൽ സുഹൃത്തുക്കളായിട്ട് വളരെയേറെ പ്രതീക്ഷകളോട് മുന്നോട്ട് പോവുകയാണ്. ഒരു പുരുഷൻ എന്താണ്, ഒരു സ്ത്രീ ശരിയല്ല എന്ന് തോന്നിയാൽ, ഇനി എന്നോടൊപ്പം ജീവിക്കാൻ ഇവൾ യോഗ്യയല്ല, അല്ലെങ്കിൽ ഭാവിയിൽ ഞങ്ങളുടെ ജീവിതം സുരക്ഷിതമാകുകയില്ല എന്ന് തോന്നിയാൽ ഒരു വഴിയിൽ വെച്ച് അവന് അതിൽ നിന്ന് പിന്മാറാനുള്ള സ്വാതന്ത്ര്യമില്ലേ, മനുഷ്യാവകാശമില്ലേ? ഇല്ലെന്നാണ് നമ്മുടെ നിയമങ്ങൾ പറയുന്നത്. ആ നിയമത്തിന്റെ കരാള ഹസ്തത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു ചെറിയ പഴുതാണ് ഇപ്പോൾ നമ്മൾ ഈ സംസാരിച്ച കാര്യം. പക്ഷെ ഇത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന കേരളത്തിലെ വിവാദ രാഷ്ട്രീയ നേതാവിലേക്ക് വരുമ്പോൾ ഇതിങ്ങനെ തന്നെ പ്രവർത്തിക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. കാരണം വിവാഹ വാഗ്ദാനം എന്ന് പറയുന്ന ഒരു വാഗ്ദാനം തന്നെയാണ്. ഈ സ്ത്രീകൾക്ക് ചെന്നിട്ട് പുരുഷൻ വിവാഹിതനാണോ അല്ലയോ എന്ന് അന്വേഷിക്കാനുള്ള എന്ത് സ്രോതസ്സാണ് ഉള്ളത്?
അല്ല ഞാൻ ചോദിക്കുന്നത്, പിന്നെ ചിന്തിക്കുന്നതല്ല, ഞാനൊരു രാഹുൽ മാങ്കൂട്ട വിഷയം, ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിലെ അതിജീവിതമാരെ നമുക്ക് മാറ്റി നിർത്താം, കാരണം കോടതിയിലിരിക്കുന്ന ഒരു വിഷയമാണ്. എങ്കിലും അതിലൊരു കാര്യം പറയാതെ പോകാൻ പാടില്ല. അതുമായി ബന്ധപ്പെട്ടതാണോ എന്ന് ചോദിച്ചാൽ ആണെന്നും പറയാം, അല്ലെന്നും പറയാം. ഇത് ജീവിച്ചിരിക്കുന്നവരുമായോ മരിച്ചവരുമായോ യാതൊരു ബന്ധവുമില്ല, വെറും സാങ്കല്പികം മാത്രം. അതായത് ഒരു സ്ത്രീയും പുരുഷനും 6 വർഷത്തോളം പ്രണയിക്കുന്നു. പ്രണയിച്ചതിന് ശേഷം, പ്രണയിക്കുക എന്ന് പറയുന്നത് എല്ലാ അർത്ഥത്തിലും അവർ ഭാര്യ ഭർത്താക്കന്മാരെ പോലെയാണ് പ്രണയത്തിലും അവർ ജീവിക്കുന്നത്. പരസ്പരം മനസ്സും ശരീരവും ഒക്കെ കൈമാറി പ്രണയിച്ച 2 പേർ ഒരു ഘട്ടത്തിൽ ഞങ്ങൾക്കിനി ജീവിക്കാം, ഒരുമിച്ച് ജീവിക്കാം, അതായത് ഒരു താലിയുടെ ബലത്തോടെ ഒരുമിച്ച് ജീവിക്കാം എന്നാണ് പറയുന്നത്. താലി വലിയ ബലം എന്നൊക്കെയാണ് എൻ്റെ അമ്മ പറയുന്നത്. എനിക്കറിയില്ല. താലി പോയാൽ പിന്നെ ആ പെണ്ണ് ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല, താലിയാണ് ലോകത്തെ ഏറ്റവും വലിയ സംഭവം എന്നൊക്കെയാണ് എൻ്റെ അമ്മ എന്നെ പഠിപ്പിച്ചു വെച്ചേക്കുന്നത്. അതൊരു വിശ്വാസമാണ്, എൻ്റെ അമ്മയുടെ വിശ്വാസം അങ്ങനെ ആയിരിക്കും. അതുകൊണ്ട് അമ്മ വളർന്നു വന്ന സാഹചര്യം അതുകൊണ്ടായിരിക്കും. അതുകൊണ്ട് എനിക്കതിൽ അമ്മയെ കുറ്റപ്പെടുത്താൻ കഴിയില്ല. അപ്പോ ആ ബലത്തിൽ ആ സ്ത്രീ ആ പുരുഷനെ വിവാഹം കഴിക്കുന്നു. വിവാഹം കഴിച്ചതിന് ശേഷവും ഇവർ തമ്മിൽ വളരെ മാനസികമായും ശാരീരികമായും വളരെ സന്തോഷത്തോടെ ജീവിക്കുന്നു. ഇതിനിടയ്ക്ക് വില്ലനായിട്ട്, അല്ലെങ്കിൽ ഇതിനിടയ്ക്ക് മറ്റൊരാളെ ഈ സ്ത്രീ കാണുന്നു. ഇവർ തമ്മിൽ ചാറ്റുകളിലൂടെ വലിയ സൗഹൃദം സ്ഥാപിക്കുന്നു. ഈ വരുന്ന പുരുഷൻ അത്യാവശ്യം കാണാൻ പിന്നെ സൗന്ദര്യമുള്ള, സമൂഹത്തിൽ അത്യാവശ്യം ആളുകളുടെ ഇടയിൽ അറിയപ്പെടുന്ന ഒരു ഹീറോ മുഖമുള്ള, പരിവേഷമുള്ള ഒരു പുരുഷനാണ് ഇവർക്ക് ഈ സ്ത്രീക്കിടയിലേക്ക് കയറി വരുന്നത്. ഈ പുരുഷൻ പിന്നെ എന്താ പറയുക, വിവാഹം കഴിച്ചിട്ടില്ല, ഇല്ലാത്ത ഒരു പുരുഷൻ, നമുക്ക് അങ്ങനെ ചിന്തിക്കാം. ആ പുരുഷൻ കയറി വരുന്നു. അതിനുശേഷം ഈ പുരുഷനുമായി അടുക്കാനേ ഈ സ്ത്രീ പറയുന്നു, എൻ്റെ ഭർത്താവ് എന്നെ നിരന്തരമായി മാനസികമായും ശാരീരികമായും ഉപദ്രവിക്കാറുണ്ട്. ഞാൻ കുടുംബജീവിതത്തിൽ സാറ്റിസ്ഫൈഡ് അല്ല, എൻ്റെ ജീവിതം അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ഈ പുരുഷനെ പറയുന്നു. പുരുഷന്മാര് സ്വാഭാവികം, എല്ലാ പുരുഷന്മാരും അല്ല, ഒരു 80, ഇനി നാളെ ഇതും പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കുക, എൻ്റെ ഒരു ഇതിൽ 80% പുരുഷന്മാരും സ്ത്രീയുടെ മാനസിക അവസ്ഥയേക്കാൾ കൂടുതൽ മുതലെടുക്കുന്നത് ശരീരത്തെയാണ്. ഒരു സ്ത്രീ എവിടെയാണ് വീക്കാവുന്നത്, ആ വീക്ക്നെസ്സിനെ മുതലെടുത്ത് വരുന്നവരാണ് ഒരു വിഭാഗം, 80% ഞാൻ പറയല്ലോ, ഒരു വിഭാഗം ആണുങ്ങൾ അങ്ങനെയുള്ളവരാണ്. അപ്പൊ ഇവര് ഈ ആള് അതിഥിയായി വന്ന ഒരാള് വില്ലനായി മാറിയ ഒരാള് ആദ്യം അതിഥിയായി വന്നു. അദ്ദേഹം ഈ സ്ത്രീയെ ഭർത്താവിന് കൊടുക്കാൻ കഴിയാത്ത, അല്ലെങ്കിൽ സുഹൃത്തുക്കൾക്ക്, അല്ലെങ്കിൽ വീട്ടിൽ അച്ഛനും അമ്മയ്ക്കും കൊടുക്കാൻ കഴിയാത്ത ഒരു സംരക്ഷണം, ഒരു സമാധാനിപ്പിക്കലൊക്കെ ഈ പുരുഷനിൽ നിന്ന് ഈ സ്ത്രീ ഏറ്റുവാങ്ങുന്നു. ആ ബന്ധം പിന്നീട് മറ്റൊരു തലത്തിലേക്ക് പോകുന്നു. എല്ലാ അർത്ഥത്തിലും മുന്നോട്ട് പോയി എല്ലാം കഴിയുമ്പോൾ പുരുഷൻ ഒരു ഘട്ടത്തിൽ മനസ്സിലാവുകയാണ്, ഒന്നുകിൽ ഈ സ്ത്രീ പറഞ്ഞത് കള്ളമാണെന്ന് ആ പുരുഷന് മനസ്സിലായി, ഇവരുടെ ജീവിതത്തിൽ അങ്ങനെയൊന്നും ഇല്ലെന്ന്. ഇല്ലെങ്കിൽ ഒരു ഘട്ടം എത്തുമ്പോൾ മടുക്കുമല്ലോ, അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ. അപ്പൊ ആ മടുപ്പ് തോന്നിക്കാണും, അല്ലെങ്കിൽ അയാളുടെ ലൈഫിൽ കുറെ വേറെ മറ്റു പല സ്ത്രീകൾക്ക് ഇതിനേക്കാൾ ഇമ്പോർട്ടന്റ് അയാൾക്ക് കൊടുക്കണമെന്നുള്ളത് കൊണ്ടായിരിക്കാം അയാൾ ഒരു ഘട്ടം എത്തിയപ്പോൾ ഇത് അവസാനിപ്പിച്ചു കഴിഞ്ഞപ്പോൾ കുറച്ചു നാൾ കഴിഞ്ഞു. അപ്പൊ ഈ സ്ത്രീയുടെ ഭർത്താവിനെ വഞ്ചിച്ചിട്ടാണ് ഈ വന്ന അതിഥിയോടൊപ്പം ജീവിച്ചത്. അപ്പോൾ അവിടെ ഒരു പുരുഷൻ വഞ്ചിതനായിരിക്കുകയാണ്. അത് കഴിഞ്ഞപ്പോ ഈ സ്ത്രീ കുറച്ചു നാൾ കഴിഞ്ഞപ്പോ ഈ സ്ത്രീക്ക് മനസ്സിലായി ഇയാളെ ചതിക്കുക, അതായത് ഇടയ്ക്ക് കയറി വന്നവൻ തന്നെ വഞ്ചിച്ചു. താലി കെട്ടി തന്നെ സംരക്ഷിക്കേണ്ടവൻ തന്നെ വഞ്ചിച്ചിട്ടില്ല. അതിൽ പരാതിയോ പരിഭവങ്ങളോ വിഷമങ്ങളോ ഇല്ല. പക്ഷേ ഇടയ്ക്ക് അതിഥിയായി കയറി വന്നവൻ തന്നെ വഞ്ചിച്ചു. അത് അയാൾക്ക് മറ്റ് സ്ത്രീകളുമായി ബന്ധമുണ്ട്, അയാൾ എന്നെ വിവാഹം കഴിക്കാമെന്ന് വാഗ്ദാനം നൽകി. എന്നിട്ട് അയാൾ എൻ്റെ ശരീരം ഉപയോഗിച്ചു, എന്നെ വിവാഹം കഴിച്ചില്ല. പല രീതിയിലും എന്നെ ഉപയോഗിച്ചിട്ട് എന്നെ വിവാഹം കഴിച്ചില്ല. സ്വാഭാവികമായും ആദ്യം അതൊരു കണ്ണീരിന്റെയും കരച്ചിലിന്റെയും സഹാനുഭൂതിയുടെയും ഒക്കെ രീതിയിൽ പോവും. പിന്നീട് അതൊരു പ്രതികാരത്തിലേക്ക് മാറും. അങ്ങനെ എന്നെ കല്യാണം കഴിക്കാതെ, അല്ലെങ്കിൽ എനിക്കിത് തരാതെ ഇവൻ മറ്റു സ്ത്രീകളുമായി പോകുന്നു. പെണ്ണുങ്ങൾക്ക് ഉണ്ടാകുന്ന സാധാരണ, എത്ര കൊമ്പത്തിരിക്കുന്നവളാണെങ്കിലും പെണ്ണാണെന്ന് പറയുമ്പോൾ സ്വാഭാവികമായി, ഞാൻ പെണ്ണുങ്ങളെ അടിച്ചു താഴ്ക്കണമല്ല, സ്ത്രീക്ക് സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു പൊസസീവ്നെസ്, കുശിമ്പ്, അസൂയ, അങ്ങനത്തെ ചില കാര്യങ്ങളുണ്ട്. അപ്പോ ഇത് ഈ സ്ത്രീക്കും ഉണ്ടായി. പിന്നെ കൂടെയുള്ള സുഹൃത്തുക്കളൊക്കെ അത്യാവശ്യം പാര പണിയാൻ അറിയാവുന്ന, എന്നാൽ ബുദ്ധിയും വിവരമില്ലാത്ത കുറച്ച് സുഹൃത്തുക്കൾക്കും ഈ സ്ത്രീക്കുണ്ടായി. അവരുടെയൊക്കെ ബുദ്ധിയില്ലായ്മയൊക്കെ കൊണ്ട് ഈ സ്ത്രീ ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകുന്നു. സ്വാഭാവികമായും ഈ പരാതി നൽകിയ പുരുഷനെ അപമാനിക്കാം, സമൂഹത്തിൽ വലിച്ചു കീറാം. ഈ പരാതി നൽകിയപ്പോഴാണ് പിന്നീട് ഓരോരോ ഇയാളുടെ സ്ഥിരം ജോലി ഇതാണ്, വിവാഹിതയായ സ്ത്രീകളോട് ഇയാൾക്ക് വല്ലാത്തൊരു കരുതലുണ്ട്, വിവാഹം കഴിക്കാത്ത സ്ത്രീകളോട് വല്ലാത്തൊരു കരുതലുണ്ട് എന്നൊക്കെ പിന്നീട് പുറത്തു വരുന്നു. അതൊക്കെ അയാളുടെ പേഴ്സണൽ കാര്യം.
പിന്നെയും ഇതുപോലെ വിവാഹ വാഗ്ദാനമൊക്കെ ഇയാൾ എത്ര പേര് ഒരു സമയം കിട്ടുമെന്നൊന്നും എനിക്കറിയില്ല. ഈ വിവാഹം കഴിഞ്ഞ സ്ത്രീകൾക്ക് സ്വന്തം ഭർത്താക്കന്മാർ കൊടുക്കാത്ത എന്ത് സംരക്ഷണമാണ് ഈ വഴിക്ക് വലിഞ്ഞു കയറി വരുന്നവന്മാർ കൊടുക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും ഇവര് തമ്മിൽ അങ്ങനെ ഈ സ്ത്രീ പരാതിയുമായി രംഗത്തെത്തുന്നു. പിന്നെ അവിടെ ഇവിടെ നിന്നൊക്കെ പല പല രീതിയിൽ സോഷ്യൽ മീഡിയയിലൊക്കെ ഇതാവുന്നു. അപ്പൊ ഇവിടെ സംഭവിച്ചത് ഒരു പുരുഷൻ ഇവിടെ ചതിക്കപ്പെട്ടു, അത് ആരും ചിന്തിക്കുന്നില്ല. ഈ വലിഞ്ഞു കയറി വന്ന ഈ അതിഥിയും ഈ ഇരിക്കുന്നവളുടെ വേദനയും മാത്രമേ ഇവിടെ ആളുകൾ ചർച്ച ചെയ്യുന്നുള്ളൂ. ഞാൻ ഇപ്പോഴും പറയുന്നത് ജീവിച്ചിരിക്കുന്നവരുമായോ മരിച്ചവരുമായോ യാതൊരു ബന്ധവുമില്ല, അതൊരു സാങ്കല്പിക കഥ മാത്രമാണ്. അപ്പോ ഈ ഓപ്പോസിറ്റ് ഒരു പുരുഷൻ നിൽക്കുന്നുണ്ട്. ആ പുരുഷന്റെ വേദന അതൊരു ജീവിതനാണ്. അയാളുടെ ബുദ്ധിമുട്ട്, അയാൾ ഈ സമൂഹത്തിൽ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട്, തന്റെ ഭാര്യ ഇങ്ങനെയാണ് എന്ന് നാട്ടുകാർ അറിയുമ്പോൾ അയാൾക്കുണ്ടാവുന്ന ബുദ്ധിമുട്ട്, വീട്ടുകാരുടെ മുന്നിൽ അയാൾ തലകുനിച്ച് നിൽക്കേണ്ട ഒരു അവസ്ഥ വരും. പ്രത്യേകിച്ച് ഈ പ്രണയിച്ച് വിവാഹം കഴിച്ചവർക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. നീയല്ലേ തലയെ കയറ്റി വെച്ചത്, അപ്പൊ നീ തന്നെ അനുഭവിക്കണം എന്ന് പണ്ടുള്ളവർ ഇപ്പോഴും പറയുന്ന പല കുടുംബങ്ങളും ഉണ്ട്. അത്തരത്തിൽ അയാൾ അനുഭവിക്കുന്ന ഒരു മാനസിക സംഘർഷം ആരെങ്കിലും കാണുന്നുണ്ടോ? ഈ ഭർത്താവ് എന്ന് പറയുന്നവൻ അവൻ അനുഭവിക്കുന്ന വേദന ആരെങ്കിലും കാണുന്നുണ്ടോ? നാട്ടുകാർ പറയുന്നുണ്ട് അവന് നട്ടലില്ലാത്തോണ്ടല്ലേ അവള് വേറൊരുത്തൻ്റെ കൂടെ പോയത്. അവന് കഴിവില്ലാത്ത പല രീതിയിലും സംസാരിക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. അവന് കഴിവില്ലാത്തത് കൊണ്ടാണ് അവൾ വേറൊരുത്തൻ്റെ കൂടെ പോയത്. അവന്റെ കഴിവുകേടല്ല, അവന്റെ വിശ്വാസത്തെയാണ് അവൾ മുതലെടുത്തത്, അല്ലേ? ഞാൻ അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരാളാണ്. ഞാൻ ഇപ്പൊ സ്ത്രീ എല്ലാ രീതിയിലും സ്ത്രീ സംരക്ഷിക്കണം അങ്ങനെയൊന്നുമില്ല. തെറ്റ് ചെയ്ത സ്ത്രീകളെ ഇവിടെ ആർക്കും സംരക്ഷിക്കാൻ കഴിയില്ല. ഒരു പുരുഷനെ സ്ത്രീ ഒരുമിച്ച് ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഭവിഷ്യത്ത് ഒരുമിച്ചാണ് അനുഭവിക്കേണ്ടത്. അല്ലാതെ കുറച്ചു നാൾ കഴിയുമ്പോൾ അവന് വേറെ സ്ത്രീയുമായി ബന്ധമുള്ളതുകൊണ്ട് എന്നാ പിന്നെ അവനെ പ്രതികാരം. എനിക്ക് 25 വർഷം കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. എന്റെ 20ാമത്തെ വയസ്സിലാണ് എന്നെ പീഡിപ്പിച്ചത്. 25 വർഷം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അന്ന് അവൻ എന്നെ പീഡിപ്പിച്ചതാണെന്ന്. അന്ന് ഞാൻ പരാതി കൊടുക്കാൻ പോകും. ആ ഒരു രീതിയാണല്ലോ സുപ്രീം കോടതി ഇപ്പോൾ ചെറിയ രീതിയിലേക്കൊരു അറുതി വരുത്തി. അല്ല, ഇത് രാഹുൽ ഈശ്വർ ചോദിച്ച ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. രാഹുൽ ഈശ്വറിനെ പല രീതിയിൽ നമ്മൾ വിമർശിക്കാം. അല്ല, രാഹുൽ ഈശ്വർ തന്നെ. രാഹുൽ ഈശ്വർ ഈ കാര്യത്തിൽ ചോദിച്ച ഒരു ചോദ്യമുണ്ട്. അദ്ദേഹത്തിന്റെ പല രീതികളോടും നമ്മൾ യോജിക്കുന്നില്ല, പല അഭിപ്രായങ്ങളും യോജിക്കുന്നില്ല. ഈ കാര്യത്തിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. നാളെ നമ്മളെ വീട്ടിലിരിക്കുന്ന നമ്മുടെ സഹോദരനും മകനും ഒക്കെ സംഭവിക്കാവുന്ന കാര്യങ്ങളാണ്. ഒരു പെണ്ണ് നാളെ പോയിട്ട് പരാതി കൊടുക്കണം, ഇവൻ എന്നെ ലൈംഗിക ചുവയോടെ സംസാരിച്ചു, അല്ലെങ്കിൽ ഇവൻ എന്നെ ലൈംഗിക ചുവയോടെ നോക്കി എന്ന് പറഞ്ഞൊരു പെണ്ണ് പരാതി കൊടുത്താൽ അത് തെളിയിച്ച് വരുന്നത് വരെ ഇവന്റെ ജീവിതം എന്താകും? നമ്മുടെ സൊസൈറ്റി ഏറ്റവും മോശമായ അല്ലെ, ഏറ്റവും മോശമായ രീതിയിലേ കാണുള്ളൂ. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീ വന്നിരുന്നിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വളരെ മോശമായി. ആ മനുഷ്യരുടെ അമ്മയും ഒരു കുടുംബവും ഉണ്ടെന്ന് പോലും ചിന്തിക്കുക. അയാൾ അത്ര വൃത്തികെട്ടവനോ നീചനോ എന്ത് കുന്തോ ആയിക്കോട്ടെ, അത് കോടതിയിലിരിക്കുന്ന വിഷയം, നമ്മളതിൽ കൈകാര്യം ചെയ്യും. പക്ഷേ അയാളൊരു കോഴിയാണ്, അയാൾ ലൈംഗിക വൈകൃതം ഇതാണെന്നൊക്കെ പറഞ്ഞ് ഒരു സ്ത്രീ വാർത്താ സമ്മേളനം നടത്തിയിട്ട് 24 മണിക്കൂർ കഴിഞ്ഞിട്ടും ആ സ്ത്രീ ഇപ്പോഴും സ്വതന്ത്രയായി സഞ്ചരിക്കുന്നു എന്ന് പറയുമ്പോ നിയമത്തിൽ സ്ത്രീ പുരുഷ വിവേചനം എന്ന് പറയുന്നത്. അപ്പൊ ആർക്കും നാളെ ഏതൊരു സ്ത്രീ, ഇപ്പൊ നാളെ രാവിലെ എനിക്ക് മൈക്ക് വെച്ചിട്ട് കാർത്തിക് സാറിനെ പറയാം, സാർ എന്നെ അങ്ങനെ നോക്കി ഇങ്ങനെ നോക്കി, സാർ ഇങ്ങനെയാണ് അങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇത് തെളിയിച്ചു വരാൻ സാറിനൊരു സമയമെടുക്കും. അതുവരെ സാർ ഈ സമൂഹത്തിൽ ചോദ്യചിഹ്നമായി നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇത്തരത്തിൽ സുപ്രീം കോടതിയുടെ ഇത്തരം നീക്കം വളരെ അഭിനന്ദനാർഹമാണെന്നേ പറയൂ. ഇത്തരത്തിൽ ചില സ്ത്രീകൾ കച്ചകെട്ടിറങ്ങുമ്പോൾ യഥാർത്ഥത്തിൽ നീതി കിട്ടേണ്ട സ്ത്രീകൾക്കാണ് നീതി കിട്ടാതെ പോകുന്നത്. അത് ഉണ്ടാവരുത്. അതുകൊണ്ട് കോടതിയുടെ ഈ നീക്കത്തെ ഇരു കൈയും നീട്ടി സ്വീകരിക്കുന്നു.